കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന 3 പേരാണ് എനിക്കൊപ്പം ഉള്ളത്. ടോവിനോ തോമസ്, പേര് മറക്കരുത് ഞങ്ങളോട് പറഞ്ഞാണ്. ഞാനൊരു ചോദ്യം ചോദിക്കാം. ടോവിനോ തോമസ് എത്രത്തോളം അടിപൊളിയാണ് പോലീസ് വേഷത്തിൽ? എന്റെ ഉള്ളിൽ ഞാൻ സൂപ്പറാണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അത് പബ്ലിക്കലി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആത്മപ്രശംസയാവില്ലേ? ടോവിനോ തോമസ് അടിപൊളിയാണ്. ഒപ്പില്ല. എന്റെ നാലാമത്തെ പോലീസ് കഥാപാത്രമാണ് ചെയ്യുന്നത്. അപ്പം ആനന്ദ് നാരായണൻ എത്രമാത്രം വ്യത്യസ്തനാണ് ഇതുവരെയുള്ള പോലീസ് കഥാപാത്രം? പുള്ളിയുടെ ഒരു മുഖമുദ്ര വളരെ ആത്മാർത്ഥതയുള്ള ഒരു പോലീസുകാരനാണ്. ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിനേക്കാളും ഇയാള് താരതമ്യേന ഫോഴ്സിൽ പുതിയ ആളാണ്. കൽക്കി പോലത്തെ സിനിമകളിലൊക്കെ ആണെങ്കിൽ അതിനകത്തൊക്കെ ഞാൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സ് കുറച്ച് ലാർജർ ദാൻ ലൈഫ് അങ്ങനത്തെ ആളാണ്, വൾണറബിൾ അല്ലാത്ത ഒരാളാണ്. പക്ഷെ ഇത് ഭയങ്കര വൾണറബിൾ ഒക്കെ ആയിട്ടുള്ള ഒരു സാധാരണ ഒരു പോലീസുകാരന് ഉണ്ടാവാവുന്ന ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉള്ള ഒരു ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പോലീസുകാരൻ്റെ കേസ് അന്വേഷണവും അദ്ദേഹത്തിൻ്റെ ടീമും ആണ് ഈ സിനിമയിൽ. അവരുടെ ഒരു ഇമോഷണൽ ജേർണിയും കൂടെ ഉണ്ട് ഈ കേസിലൂടെ പോകുന്നത്. ടീം അംഗങ്ങൾ എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. അടിപൊളിയായതുകൊണ്ടാണല്ലോ ഇവരൊക്കെ ആ സിനിമയിൽ ഉണ്ടായത്. അതുകൊണ്ടാണല്ലോ കണ്ടെത്തും എഴുതിയിരിക്കുന്നത്. കണ്ടെത്തിയതാണ് ഈ പറഞ്ഞ. അല്ല, ശരിക്കും ഞാൻ രാഹുലുമായിട്ടും വിനീതേട്ടനായിട്ട് ഈ സിനിമയുടെ സമയത്താണ് എടുക്കുന്നത്. ഞങ്ങൾ നേരത്തെ 2 സിനിമകൾ ചെയ്തിട്ടുള്ളതാണ്, വർഷങ്ങളുടെ അടുപ്പമുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടി ഒരുമിച്ചായിരുന്നു സീനുകളെല്ലാം. അപ്പോൾ ആ സമയത്ത് ഉണ്ടാവുന്ന പ്രത്യേകം നമ്മൾ ഒരു ബോണ്ടിങ് ഉണ്ടാവുമല്ലോ. കൂടുതൽ ക്രൂവും ഭയങ്കര സുഖമുള്ള ക്രൂവാണ്, വർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര രസമുള്ളൊരു ക്രൂ ആയിരുന്നു. കുറേ നല്ല ഓർമ്മകളാണ് ഈ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ളത്. ഈ സിനിമയും ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള എക്സൈറ്റിംഗ് ആയിട്ടുള്ള മൊമെന്റ്സ് ഉള്ള ഒരു സിനിമയായിരിക്കും. ഈ സിനിമയുടെ കുറേ BTS വീഡിയോസ് നമ്മൾ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. കണ്ടത്തിലെ ക്രിക്കറ്റ് കളി, പിന്നെ അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളി വീഡിയോസ്. അപ്പം ആ ഒരു എനർജി അതിനകത്ത് കാണാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ കേസ് അന്വേഷണം മറ്റും നടക്കുമ്പോഴും നിങ്ങൾക്ക് അത് എത്രത്തോളം അടിപൊളിയായിരുന്നു? ആ ഒരു സെറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് അടിപൊളിയായിരുന്നു. സംഭവം നമ്മൾ സീരിയസ് ആയിട്ടാണ് ഷൂട്ട് നടക്കുന്നത്. അത് കഴിഞ്ഞ് ഗ്യാപ്പ് കിട്ടുമ്പോൾ കംപ്ലീറ്റ് ഫൺ പരിപാടികളാണ്. അപ്പോൾ ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കാനൊന്നും പോയിരുന്നില്ല. ഞാൻ അവിടെ ചെന്നിരിക്കും കാണാനായിട്ട്, നമ്മുടെ എക്സസൈസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് അവിടെ ചെന്നിരിക്കും. അപ്പോൾ എല്ലാവരും, അത് ഡയറക്ടർ ഉണ്ടാവും, പ്രൊഡ്യൂസർ ഉണ്ടാവും, നമ്മുടെ കൺട്രോളർ ഉണ്ടാവും. അവരൊക്കെ ബോൾ ചെയ്യുന്നേ. അതായത് സ്കൂൾ വിട്ടോണം പിള്ളേരെ ഓടുന്നു കളിക്കാൻ. ഓടിപ്പോയി. അപ്പോൾ ഈ ഒരു അന്വേഷണം, അതിൻ്റെ ആ ഒരു സ്ട്രെസ് ഈ ഒരു ബ്രേക്ക് ടൈമിൽ തീർക്കായിരുന്നു? സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ ആ സ്ക്രിപ്റ്റിലനുസരിച്ചുള്ള നമ്മൾ ഓൾറെഡി സീൻസിനെ പറ്റിയിട്ട് നല്ല ധാരണയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്യും. പക്ഷേ ആ ടെൻഷൻ നമ്മൾ വീട്ടിൽ പോയി ഉറങ്ങാൻ കിടക്കുമ്പോഴും ഇടയ്ക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോകുമ്പോഴും നമ്മൾ ക്യാരി ചെയ്യണമെന്ന് നിർബന്ധമില്ല. ക്യാരി ചെയ്യുന്ന മെത്തേഡ് ആക്ടേഴ്സ് ഉണ്ടാവാം. കറക്റ്റ് ഗ്യാപ്പുകൾ. നമ്മൾ ആക്ഷൻ എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ ഞങ്ങൾ സീരിയസ് ആകുന്നത്. കട്ട് പറയുമ്പോൾ റിലാക്സാണ്. പിന്നെ നമ്മുടെ ഡയറക്ടർക്ക് നല്ല ധാരണയുണ്ട് ഈ സിനിമ അങ്ങനെ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അത് നമ്മളിലേക്ക് പറഞ്ഞുതരും, അത് നമ്മൾ പകർത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ കോൺട്രിബ്യൂഷൻ, ചെറിയ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നു. ആ കഥാപാത്രത്തെ എത്രത്തോളം നന്നാക്കാൻ പറ്റുന്ന നമ്മുടേതായ ചെറിയ പൊടുപ്പും എന്തെങ്കിലും വെക്കുമ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാണ് പുള്ളി അവിടെ ഉറപ്പിക്കും, ഇല്ലെങ്കിൽ എടുത്ത് ഉറക്കളയും. അങ്ങനെ അത്രേ ഉള്ളൂ. അതാണ് സിനിമ. ടോവിക്കൊപ്പം വീണ്ടും അഭിനയിക്കുകയാണ്, മൂന്നാമത്തെ സിനിമയാണ്. അപ്പം എങ്ങനെയുണ്ടായിരുന്നു ഓരോ സിനിമ കഴിയുമ്പോഴും? അടിപൊളിയല്ലേ, അടിപൊളി, ഭയങ്കര സന്തോഷമല്ലേ. വേറെ കുറേ സിനിമകൾ, ഞാനിപ്പോൾ 54 സിനിമകളായി. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും ഈ മനുഷ്യൻ്റെ കൂടെ അടുത്ത് നിൽക്കുമ്പോഴാണ്, അതിൻ്റെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം എന്നെ കളയില്ലെന്ന്, ഞാനൊട്ടും കളയത്തില്ല. അപ്പം നമുക്ക് എപ്പോഴാണെങ്കിലും നമ്മൾ എന്താ പറയുക, നമുക്ക് മാനസികമായി പൊരുത്തമുള്ളവരുടെ കൂടെ നിൽക്കുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷവും വല്ലാത്തൊരു എനർജിയും എല്ലാം കൊണ്ട് പോസിറ്റീവാണ്. അപ്പോൾ ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കും അത് കിട്ടും. അതൊരു വലിയ സന്തോഷം. എൻ്റെ സിനിമയിലേക്ക് നമ്മൾ സിനിമയിലെത്തി അല്ലെ സിനിമയിൽ നിന്നു എന്ന് നിർത്തിക്കാം എന്ന് തോന്നിയതും ഇദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത അല്ലെങ്കിൽ എൻ്റെ കൂടെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ച കളമതല്ല. അപ്പോൾ അത് മോശമായില്ല. ആ വരവ് എനിക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ തന്നു, ഒരുപാട് ഇത്. പ്രത്യേകിച്ച് ഈ സിനിമയും വലിയ സന്തോഷം. ഫെബ്രുവരി 9 ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വീടിൻ്റെ പാലുകാച്ചും എൻ്റെ വീട്ടിലെ മറ്റു ചടങ്ങുകളൊക്കെ നടന്ന് ഈ സിനിമയിൽ നിന്ന് കിട്ടിയ ഇതിൻ്റെ അധ്വാനത്തിൻ്റെ പൈസയാണ് ബാക്കി കാര്യങ്ങൾ. പിന്നെ എന്നെ നാട്ടിൽ ഒരു കുറച്ചുകൂടെ അറിയപ്പെടുന്നവനാക്കിയ ആളാണ് അദ്ദേഹം. അപ്പം അങ്ങനെ കുറേ ആത്മബന്ധം, മാനസികമായ ആത്മബന്ധം പുലർത്തുന്ന സിനിമയാണത്. പിന്നെ ഫെബ്രുവരി 9 ഞാൻ അഭിനയിച്ച മറ്റൊരു സിനിമയും കൂടെ റിലീസാകുന്നു. അപ്പോൾ 2 സിനിമകൾ, അതൊക്കെ വലിയ ഭാഗ്യമല്ല. നമ്മൾ സ്വപ്നം കണ്ടതിനപ്പുറത്താണ് അതൊക്കെ. ഒരു സമയം 2 സിനിമകൾ റിലീസാകും. ഒന്നിൽ പ്രധാന കഥാപാത്രം, ഇതിൽ അത്ര മോശമില്ലാത്ത കൂടെ നിൽക്കുന്ന അത് തന്നെ. അങ്ങനെ ഉള്ള ഒരു വേഷമൊക്കെ ചെയ്യാന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. അപ്പം അതൊക്കെ കൊണ്ട് പ്രത്യേകിച്ച് എന്താ സന്തോഷം.
ടോവിയുടെ ഓരോ പടങ്ങളും പ്രഖ്യാപിക്കുന്ന സമയത്തെ പ്രേക്ഷകർക്കുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് കമൻസ് ആയിട്ടും പിന്നെ ഇപ്പോൾ യൂട്യൂബിൽ എന്തെങ്കിലും ടീസറോ ട്രെയിലറോ ഇറങ്ങുകയാണെങ്കിൽ അതിന് താഴെ വരുന്ന കമൻസ് ആയിട്ടും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലായിട്ടും ആയാലും പോലും വരുന്നത് കണ്ടിട്ടുണ്ടോ? ഈ പറഞ്ഞ മാതിരി ഇയാളുടെ സിനിമ പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ കുറെ സിനിമ ചെയ്യുന്നുണ്ട്, എനിക്ക് 48 മണിക്കൂറുണ്ട് ഒരു ദിവസത്തിൽ. അല്ല ഞാൻ കാണുന്നുണ്ട്. അവർ പറയുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ട്. ഇദ്ദേഹം ഒരു സിനിമ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലൊരു ആത്മവിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കാണുമ്പോൾ എന്താ തോന്നുന്നത്? അത് കാണുമ്പോഴാണ്, അതാണ് നമ്മളുടെ ആത്മവിശ്വാസം. നമ്മൾ ഒരു കാര്യം ശ്രമിക്കുന്നത് അൺപ്രഡിക്റ്റബിൾ ആവണം, ആൾക്കാർക്ക് നമ്മൾ ബോറടിക്കാതിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം. അതിൻ്റെ ഒപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട തരം സിനിമകളും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകണം. അതിന് ഒരു പെർട്ടിക്കുലർ തരത്തിലുള്ളൊരു സിനിമ ചെയ്ത് മറ്റേതെങ്കിലും സിനിമ പോലൊരു സിനിമ ചെയ്തേക്കാം അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. കേൾക്കുന്ന കഥകളിൽ നിന്നാണ് നമ്മൾ ഓരോ കഥാപാത്രങ്ങളും ഒക്കെ നമ്മൾ ചെയ്യണോ വേണ്ടയോ. ചില സമയത്ത് കഥാപാത്രത്തിനേക്കാൾ കൂടുതൽ സിനിമ നമ്മൾ അട്രാക്ട് ചെയ്തേക്കാം, ചില സമയത്ത് സിനിമയേക്കാൾ കൂടുതൽ കഥാപാത്രം നമ്മൾ അട്രാക്ട് ചെയ്തേക്കാം. പക്ഷേ സിനിമയും കഥാപാത്രവും ഒരുപോലെ നന്നാവുമ്പോഴാണ് നമുക്ക് റിസൾട്ട് 100% കിട്ടുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പുതിയതായിട്ട് ട്രൈ ചെയ്തിട്ട് അത് പുതിയൊരു കാര്യമാണ്, അത് നന്നായിട്ടുണ്ട് എന്നൊക്കെ ആൾക്കാർ അംഗീകരിക്കുകയും അതിനെ അപ്രിഷ്യേറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതാണ് നമ്മുടെ ഫ്യൂവൽ എന്ന് പറയുന്നത്. ഇനിയും തുടർന്നും അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാർഡം പദവിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അന്വേഷിപ്പിൻ കണ്ടെത്തും അതിൻ്റെ ടീച്ചറിന് താഴെ വന്നിരുന്ന കമൻറ്റ് കണ്ടിരുന്നു. ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് കമൻറ്റ്സ് വായിക്കാറില്ല കേട്ടോ. ഇപ്പോൾ കമൻറ്റ്സ് വായിക്കണമെങ്കിൽ നമുക്ക് ഒരു സമയവും സാഹചര്യം വേണം. കമൻറ്റ്സ് വായിക്കാൻ ചില സമയത്ത് നമ്മൾ കണ്ണുപൊട്ടനാകണം, ചിലപ്പോൾ ചെവി കേൾക്കാത്തവനാകണം, അത് ചിലതൊക്കെ വായിക്കാൻ അത് പറ്റില്ല. നമ്മൾ ഇദ്ദേഹത്തെക്കുറിച്ച് ആളുകൾ അങ്ങനെ പറയുന്നു പറഞ്ഞല്ലേ, ഈ ഉറപ്പുണ്ടെന്ന്. ആ ഉറപ്പ് നിലനിർത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ആളാണ്, അതാണ് എൻ്റെ സത്യം. ആ പ്രേക്ഷകൻ്റെ ഒരു ഉറപ്പില്ലേ, ഈ ഇദ്ദേഹത്തിൻ്റെ പടങ്ങൾ സൂപ്പറായിരിക്കും, ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ടെന്ന്. ആ പ്രതീക്ഷ എത്രത്തോളം നിലനിർത്താൻ പറ്റുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പണിയെടുക്കുന്ന ഒരാളായത്. അത് നമ്മൾ നേരിട്ട് കണ്ടവരാണ്. ഞങ്ങളൊക്കെ പറഞ്ഞ് കിടക്കുമ്പോഴും ശരീരത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ വർക്കിന് വേണ്ടി ഒരു ഇത് കിട്ടിയാൽ അതിനെ എത്രത്തോളം ഭംഗിയായിട്ട്, കാരണം ഒരു സിനിമയുടെ ഒരു ഷോട്ട് ഓക്കെ ഷോട്ട് എന്ന് പറഞ്ഞൊരു ചരിത്രമാണ് അല്ലേ. ഇനി പിന്നെ അത് മാറ്റുമോ? അത് എത്രയോ കൊല്ലം കഴിഞ്ഞാലും അത് കിടക്കും. അപ്പോൾ ആ ഓക്കെ ഷോട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാനൊന്നും നിങ്ങൾ ചെയ്യുന്നതല്ലേ. ഓക്കെ ഇപ്പം ഞാൻ ചെയ്യുന്ന കുറേ കിടക്കുക ഇങ്ങനെ കിടക്കുമ്പോൾ ഷോട്ടുണ്ട് വാന്ന് പറയുമ്പോൾ വരും വന്നിട്ട് ചെയ്യുക അതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആളുകളുടെ മനസ്സിൽ അങ്ങനെ ചിന്തയുണ്ടെങ്കിൽ അതിന് കൃത്യമായ അധ്വാനമുണ്ട്. അധ്വാനിച്ച് മേടിച്ചെടുത്താൽ അധ്വാനം തീർച്ചയായിട്ടും. പക്ഷേ ഞാൻ പറഞ്ഞു കമൻസ് ഇപ്പം നമ്മളെപ്പറ്റി നമ്മളെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരുടെ കമൻസും നമ്മളെ ഒട്ടും ഇഷ്ടമില്ലാത്തവരുടെ കമൻസും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല. ഭയങ്കര ഇഷ്ടമുള്ളവർ നമ്മളെപ്പറ്റി നല്ലതേ പറയൂ, ഒട്ടും ഇഷ്ടമില്ലാത്തവർ നമ്മളെപ്പറ്റി മോശമായി പറയുള്ളൂ. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ആൾക്കാർ ഇതെങ്ങനെ നമുക്ക് പലപ്പോഴും നമ്മൾ നേരിട്ട് ആൾക്കാരിൽ നിന്ന് റെസ്പോൺസ് എടുക്കുന്നതാണ് കമൻസ് വായിക്കുന്നതിനേക്കാളും ഗുണകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കമൻസ് വായിക്കുന്ന പരിപാടി ഞാൻ പണ്ടൊക്കെ വായിക്കുമായിരുന്നു. വായിച്ചു കഴിയുമ്പോൾ എന്ന് വെച്ചാൽ ഈ പറയുന്നത് മുഴുവൻ സീരിയസ് ആയിട്ട് പറയും. പക്ഷെ അല്ല, പലരും തമാശയ്ക്ക് പറയുന്നത് നോക്കിയാണ്. നമ്മൾ അതിനകത്ത് കണ്ട് ഓഫൻഡഡ് ആവാനായിട്ട് നിൽക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ അതിൽ രോഷം കൊള്ളാനോ അല്ലെങ്കിൽ അതിൽ ആവേശം കൊള്ളാനോ ഒന്നും നിൽക്കേണ്ട കാര്യമില്ല. ആൾക്കാരുടെ കമൻസ് അവർക്ക് ആ ഒരു അഭിപ്രായ പ്രകടനത്തിനൊരു വേദിയുണ്ട്. ഇതിൽ ഏതാണ് ഒറിജിനൽ അക്കൗണ്ട്, ഏതാണ് ഫേക്ക് അക്കൗണ്ട്, ആരാ സത്യം പറയുന്നത്, ആരാ നുണ പറയുന്നതെന്നൊന്നും കണ്ടുപിടിക്കാനായിട്ടൊരു ഫിൽറ്റർ ഇല്ല. അപ്പോൾ നമുക്ക് ട്രസ്റ്റുള്ള, നമ്മൾക്ക് പരിചയമുള്ള ആൾക്കാരുടെ പേഴ്സണൽ കമൻസിനാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എങ്കിലും ഒരു ടൈമിൽ ഒരുപാട് വിമർശനങ്ങൾ പല കാര്യങ്ങൾക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഇപ്പോൾ എന്താ പറയുക, അത്രയും ആൾക്കാർ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് കാത്തിരിക്കുന്ന ഫിലിംസിൻ്റെ ഭാഗമാണ് ടോവി. അപ്പോൾ അതിലത്തെ ഒരു മാറ്റം വന്നിട്ടില്ലേ? അതിൽ എത്രത്തോളം സന്തോഷം നൽകുന്നത്? വിമർശനത്തിന് വേണ്ടിയിട്ടും ഞാനൊന്നും ചെയ്തിട്ടില്ല, അത് മാറാൻ വേണ്ടിയിട്ടും ഞാനൊന്നും ചെയ്തിട്ടില്ല. സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അത് കണ്ടിന്യൂ ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് അല്ലാതെ നമുക്ക് അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആൾക്കാരുടെ പറയാൻ ഒരു രസമുള്ളൊരു കാര്യം ഇദ്ദേഹം മറന്നു നോക്കുകയാണ്, എനിക്കത് മറക്കാനൊക്കെ അല്ല. ചങ്ങനാശ്ശേരിയിൽ വെച്ചാണ് അതൊരു സംഭവം. എല്ലാവരും ഒന്ന് ഫോട്ടോ എടുക്കുക, നമ്മൾ ഡ്രസ്സ് യൂണിഫോമിലേക്ക് അപ്പോൾ കുറച്ച് പേര് എടുക്കുന്നു, കുറച്ച് പേര് എടുക്കുക, ചേട്ടാ എടുക്കില്ലേ അതാണെന്ന് പറയും. ഒരു ചങ്ങനാശ്ശേരി ചന്തയല്ല, ഒരു കക്ഷി വന്ന് ഞങ്ങളോടൊരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് പുള്ളി ഇച്ചിരി സാധനം അടിച്ചു, ഭയങ്കര ബഹളം. പുള്ളി ഭയങ്കര ബഹളം വെച്ച് അവിടെ കിടന്ന് ബഹളം. അപ്പോൾ ഇദ്ദേഹത്തെ പറഞ്ഞ് ചേട്ടാ പറഞ്ഞില്ല, എല്ലാവരും പറഞ്ഞില്ല ഇതായതുകൊണ്ട് എടുക്കുന്നത്, അല്ലാതെ നമുക്ക് എടുക്കുന്നതിന് പ്രശ്നമില്ല, ബുദ്ധിമുട്ടില്ല. കുറച്ച് പേരെ കൂടെ ഒന്ന് എടുക്കുകയൊക്കെ ചെയ്തൊരു പുള്ളിയുടെ അടുത്ത കമൻറ്റാണ്, ഞങ്ങളുടെ കാശിനാടാ നിങ്ങൾക്ക് വലിയ ആളാകുന്നു ജോലി ചോദിച്ചു. അപ്പോൾ എന്താ ഉടനെ മറുപടി കൊടുത്ത്, നീ എൻ്റെ സിനിമ കാണണ്ട, അല്ലാതെ എന്ത് ചെയ്യാനൊക്കെ മനുഷ്യനല്ലേ ഒരാളെ പൈതുകൊണ്ടാണ് ഈ പുള്ളി ഇത്ര കാലം നിന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ കുട്ടിയുടെ അടുത്ത് വന്നിട്ട് ഞാനൊക്കെ കാണുന്ന നേരമാണ് അതിൻ്റെ ചാനൽ വർക്കാവണമെന്ന് എൻ്റെ താടിക്കിട്ട് റെഡി എന്താ പറയാ, അതിന് മറുപടി എന്താ പറയണ്ടേ? ഇപ്പം നമ്മൾ കർഷകൻ അരി കർഷകനാണെന്ന് വിചാരിക്കുക, അയാളുടെ അടുത്ത് ഞങ്ങളൊക്കെ ചോറിനോണ്ടാ നീ ജീവിക്കണേ, അപ്പൊ അയാൾ തിരിച്ചു പറയാം എന്നാ നീ ഉണ്ടണ്ടാന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ?
അത് തന്നെ അന്ന് നീ എൻ്റെ സിനിമ കണ്ടത്. എല്ലാവരും ചെയ്യുന്നത് ജോലിയാണ്. അപ്പോൾ ഞങ്ങൾക്കും ഇതൊരു ജോലിയും കൂടിയാണ്. തീർച്ചയായിട്ടും ആഗ്രഹിച്ചും നല്ല വെയിലും ഓട്ടക്കുള്ള സമയം ഓടിക്കതച്ച് ക്ഷീണിച്ച് വേർത്ത് വന്ന് കയറുക. അല്ലെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? അതെ, അത് തന്നെയാണ്. പുള്ളിയോട് ചോദിച്ചാൽ പറയും ലാസ്റ്റ് കണ്ട സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ ഗോളിലൊക്കെ എന്ന് പറയും. അല്ല, പുള്ളി പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. അതേപോലെ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളെന്തെങ്കിലും നിങ്ങളുടെ നിലനിൽപ്പിനും വിനീതയുടെ നിലനിൽപ്പിനും എൻ്റെ നിലനിൽപ്പിനും ചേട്ടൻ്റെ നിലനിൽപ്പിനും പുറത്തുള്ള എല്ലാവരുടെ നിലനിൽപ്പിനും ഈ ഒരു സൊസൈറ്റി ആയിട്ട് ജീവിക്കുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും ഉണ്ട്. ഞാനുള്ള കാരണം കൊണ്ടായിരിക്കും നിങ്ങളുള്ളതുകൊണ്ടായിരിക്കും ഞാൻ. അതൊക്കെ ഉള്ളതാ, അല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അതിൽ അവകാശം സ്ഥാപിക്കേണ്ട കാര്യം എന്താ? ഞാൻ അരി മേടിച്ച് തിന്നുന്ന കാരണം കൊണ്ടാണ് കർഷകൻ ജീവിക്കുന്നതെന്ന് കൊണ്ട് അവൻ്റെ വീട്ടിൽ കയറിന്നിട്ട് അലമ്പുണ്ടാക്കാൻ പാടുണ്ടോ? ഇല്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹകരിച്ചിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനൊരു സൊസൈറ്റി എന്ന് പറയുന്നത്. ചേട്ടാ, നമ്മുടെ ബെന്നി, പിന്നെ കൈപ്പുഴ കുഞ്ഞപ്പൻ, അതുപോലെ ഈ എടുത്ത് ക്യാരക്ടേഴ്സിന്റെ പേരിൽ എടുത്ത് അറിയപ്പെടുന്നത് ഭയങ്കര ഭാഗ്യല്ലേ? അപ്പൊ അതുപോലെ അറിയപ്പെടുന്ന ഒരു കഥാപാത്രമായിരിക്കും ഇതിൽ സേനൻ എന്നാണ് പേര്. ഏതാ? സേനൻ. നമ്മുടെ SI ആനന്ദിന്റെ കൂടെ സന്തത സഹചാരി. ഫുൾ ടൈം പോകുന്നു. നമുക്ക് വിശ്വാസമാണ്, ഏതറ്റം വരെയും നമ്മൾ പിന്നിലുണ്ടാവും. ഞങ്ങളൊരു 3 ആളുണ്ട് കൂടെ. രാഹുലുണ്ട്, പുള്ളി വേറെ പടമായിട്ട് വർക്ക് പോയിരിക്കുന്നു. ഈ പോലീസുകാർക്ക് വേണ്ട ഒരു ഫിസിക്കിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിരുന്നോ? ടോവിയുടെ അല്ല, അങ്ങനത്തെ കണ്ടാ അറിയാമല്ലോ. ചോറ് കണ്ടാ പിന്നെ നമ്മുടെ സകല ഇതും പോലെ കഥാപാത്രം പോകും. ചോറ് കണ്ടാ അപ്പം കഥാപാത്രം പോകും. കുറച്ച് തഴക്കും പഴക്കും വന്നിട്ടുള്ള പോലീസുകാരൻ. അല്ല, എല്ലാ പോലീസുകാരും ഒരുപോലെയാണ് ഒരിക്കലും. അല്ല, എന്നാലും നമുക്കൊരു റോഡിലൊക്കെ നിൽക്കുന്നുണ്ടല്ലോ ചില പോലീസുകാരുണ്ട്. പാട്ടിലോറി വന്നാൽ കാണത്തില്ല വയറ് കാരണം. അങ്ങനത്തെ പോലീസുകാരുണ്ട്, കേരള പോലീസ്. അങ്ങനെ ഒരാളായിട്ടാണ് ഞാനൊക്കെ നിൽക്കുന്നത്. രാഹുലിന് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. കാറിൽ ഡമ്പലൊക്കെ ആയിട്ടാണ് പോലീസ് വേഷം ആയ കാരണം കൊണ്ട് ഡമ്പലൊക്കെ കൊണ്ടാ വന്നത്. പക്ഷെ വിനീതേട്ടൻ ഡമ്പിൽ എടുക്കേണ്ടി വന്നില്ല. വേറെ പണിയൊന്നുമില്ല. ഡമ്പിൽ കാറിൽ തന്നെ ഇരുന്നു ഒരു മാസം. പിന്നത്തെ പ്രാവശ്യം വന്നപ്പോ കൊണ്ടൊന്നുമില്ല. ഞാനിപ്പോ ചോദിക്കാൻ വന്നത്, ഒരാൾ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് എഴുന്നേറ്റ് ചെയ്യാനുള്ള ഞങ്ങളവിടെ പോയിരുന്നു കാണും. ഞങ്ങള് എല്ലാവരും കാണുമല്ലോ. എന്തെങ്കിലും ഒന്നിനും ഒരു കുറവില്ല. പുള്ളിക്ക് സപ്പോർട്ടായിട്ട് ഞങ്ങൾ പുറകിലുണ്ട്. കയ്യടി പിന്നെ എടുത്തോന്ന് പറഞ്ഞു നമ്മള്. കാരണം കുറെ കാണുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ എടുത്തു കൊടുത്തു. വേറൊരാളുണ്ട്. ഈ ടോവിയുടെ ഇപ്പം അടുത്തുള്ള കുറച്ച് സോഷ്യൽ മീഡിയ പോസ്റ്റ് നോക്കിക്കഴിഞ്ഞാലേ ഫുള്ള് മാർഷൽ ആർട്സിന്റെ സംഭവങ്ങളാണ്. ഭയങ്കരമായിട്ട് മെനക്കെട്ട് നിൽക്കുന്ന, അതായത് വെള്ളം എനിക്ക് തിരിച്ചടിക്കുന്നതാണ്. അത് ഒന്നുമില്ല. അത് മറ്റേ വടി കറക്കുന്ന അത് അജയൻ്റെ 2ാം മോഷണത്തിൻ്റെ സമയത്ത് കളരി പഠിച്ചതിൻ്റെ ഭാഗമായിട്ട് ഗുരുക്കള് പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ ദിവസം ഈ വടി കറക്കുന്ന സമയത്ത് ഇത് തലയും വടിക്കും കാലം വടിക്കും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതൊരു ഫ്ലോ വരുന്നത്. ഞാനത് പോസ്റ്റ് ചെയ്യുന്നത് ഇപ്പോഴാണ്. അതായത് ഏറ്റവും നമുക്കത് കുറച്ചും കൂടെ ഫ്ലോയിൽ ചെയ്യാനായിട്ട് പറ്റുന്ന സമയമായപ്പോൾ അത് പോസ്റ്റ് ചെയ്തതേ ഉള്ളൂ. ആദ്യത്തെ ദിവസത്തേക്ക് വീഡിയോ എൻ്റെ കിടപ്പുണ്ട്. കറക്റ്റ് അടികൊണ്ട് വീഴൊന്നുമില്ല. അടികൊണ്ട് കുറച്ചു നേരം നമ്മളിങ്ങനെ സൈഡിൽ ചാരി നിൽക്കും. വടി നമ്മളിങ്ങനെ സ്പീഡിൽ കറക്കി ആദ്യത്തെ ഒരു 5-6 കിട്ടിക്കഴിയുമ്പോൾ പിന്നെ സ്പീഡ് കിട്ടും. അല്ല, എനിക്ക് അങ്ങനെ ഒന്നും അറിയില്ല. ഇപ്പോൾ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അന്ന് കളരി കുറച്ച് പഠിച്ചു. ഒരു 5-6 മാസം ട്രെയിൻ ചെയ്തു. അത് എൻ്റെ ശരീരത്തിന് മാറ്റം വരുത്തിയതായിട്ട്, എൻ്റെ റിഫ്ലക്സസ് ഒക്കെ നന്നായതായിട്ടും എൻ്റെ ഫ്ലെക്സിബിലിറ്റി ഒക്കെ കൂടിയതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അത് കാരണം കൊണ്ട് ഇപ്പോൾ എന്തായാലും നമ്മൾ ഒരു ദിവസം 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ ഞാനത് പലപ്പോഴും കുറച്ച് വെയിറ്റ് ട്രെയിനിങ്, കുറച്ച് കാർഡിയോ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ഒരു കാർഡിയോ ചെയ്യുന്നതിന് പകരം ആ കാർഡിയോയ്ക്ക് പകരം എന്തെങ്കിലും ഒരു മാർഷൽ ആർട്സ് ട്രെയിൻ ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കാൻ കാരണം ജനറൽ ഹെൽത്തിന് നല്ലതാണ്, ശരീരം നന്നായിരിക്കും. പിന്നെ അത് എപ്പോഴെങ്കിലും സിനിമയിലൊക്കെ ഉപകാരപ്പെടും. കാര്യം ഫൈറ്റുള്ള സിനിമകളാണെങ്കിലും ഫൈറ്റ് അല്ലാത്ത സിനിമകളാണെങ്കിലും പോലും ചിലപ്പോൾ നമ്മളെ പോസ്റ്ററും ഒക്കെ നന്നാവും. നമ്മളെ ശരീരത്തിനെ കുറച്ചും കൂടി ബെറ്ററായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ അന്വേഷിപ്പും കണ്ടെത്തും ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്. അപ്പം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറിൻ്റെ പ്രധാന ഭാഗമാണ് അതിൻ്റെ മ്യൂസിക്. അത് എത്രത്തോളം ഇതിൽ നന്നായി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അത് എത്രത്തോളം? ഞങ്ങൾ അതിൻ്റെ ഫൈനൽ ഔട്ട് കേട്ടിട്ടില്ല. പക്ഷേ അത് നമുക്ക് എല്ലാവർക്കും അറിയാം, സന്തോഷ് നാരായണൻ സാറാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അത് ഗംഭീരമായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളും വെയിറ്റ് ചെയ്യണം അത് കേൾക്കാൻ വേണ്ടിയിട്ട്. ഡയറക്ടറും ഒക്കെ കേട്ടിട്ടുണ്ടാവും, പക്ഷെ ഞാനത് ഇതുവരെ കേട്ടിട്ടില്ല. ഞാൻ വെയിറ്റിംഗ് ആണ്. പുള്ളി എന്നെ ഒരു ദിവസം വിളിച്ചിരുന്നു, സന്തോഷ് സാറ് ഡയറക്ടറിൽ നിന്ന് നമ്പർ എടുത്തിട്ട് എന്നെ വിളിച്ചിരുന്നു. പുള്ളി സിനിമ കണ്ടിട്ട് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, പെർഫോമൻസ് നന്നായിട്ടുണ്ട്, സിനിമ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കാരണം കൊണ്ട് പുള്ളി കൂടുതൽ സമയം
ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ പോവുകയാണ്, അങ്ങനെ ഞാൻ അങ്ങനെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന സിനിമയാണ്, ആദ്യമായിട്ടാണ് ഒരു മലയാളത്തിലൊരു സിനിമ ചെയ്യുന്നത്, അത് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് പുള്ളി കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടിരുന്നു പുള്ളി. ഇവിടെ അച്ഛൻ ഇതിനകത്ത് ചെറിയൊരു വേഷം ചെയ്യുന്നുണ്ടെന്നൊരു റൂമർ കേട്ടു. റൂമറൊന്നുമല്ല, ഉള്ള കാര്യമാണ്. അതെന്ന് വെച്ചാൽ അങ്ങനെ ഭയങ്കര ഇൻട്രൊഡ്യൂസിങ് എന്നുകൊണ്ട് അങ്ങനെയല്ല. എൻ്റെ അപ്പനായിട്ട്, എൻ്റെ ഈ സിനിമയിൽ അച്ഛനായിട്ട്, റിട്ടയർഡ് പോലീസുകാരനായിട്ട് എൻ്റെ അപ്പൻ ഉണ്ട്. അത് എന്ന് പറഞ്ഞാൽ ഒരു സോങ്ങിലാണ് പുള്ളിയുടെ സീക്വൻസുകളുള്ളത്. അതൊരു അപ്പനായിട്ട് വേറെ ആരെങ്കിലും അഭിനയിക്കണേക്കാളും നല്ലതല്ലേ? വേറെ കൊള്ളാവുന്ന അച്ഛനെ കിട്ടില്ല, അത് തന്നെ കാര്യം. വേറെ കൊള്ളാവുന്ന അച്ഛനെ കിട്ടില്ല, ഇതാകുമ്പോൾ കുറച്ചുകൂടെ നല്ലതാണ്. നമ്മുടെ ഡയറക്ടർ ഡാർവിൻ്റെ നിർബന്ധമായിരുന്നു. പുള്ളിയാണ് പറഞ്ഞത് അപ്പനെ. അപ്പന അതിന് അല്ല, അത് കുഴപ്പമില്ല, ഞാനത് ശരിയായിരിക്കും. ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ അപ്പനെ നാണം കെടുത്തരുത് കേട്ടോ. അതായത് ഇവിടെ കൊണ്ടുവന്ന് നീ അഭിനയിച്ചു ശരിയായില്ല എന്ന് വല്ലതും പറയാം, അങ്ങനെയൊന്നും ഉണ്ടാവും. ഒന്നും പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. പിന്നെ ഞാനതിൽ ഇടപെട്ടിട്ടില്ല. അവർ തമ്മിൽ സംസാരിച്ച്, ഡാർവിനും അപ്പനും കൂടെ തമ്മിൽ സംസാരിച്ച് അവർ തീരുമാനമാക്കി. അപ്പൻ ഷൂട്ടിന് വന്നു. അപ്പൻ്റെ അഭിനയം കണ്ടപ്പോഴത്തെ അപ്പൻ്റെ ഞാൻ പറഞ്ഞു പേടിക്കണ്ട, എല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ഞാനാണല്ലോ സീനിയർ. അപ്പം ഡാർവിൻ പുതുമുഖമാണ്. അപ്പം അദ്ദേഹത്തിനുള്ളൊരു വിശ്വാസം എന്തായിരുന്നു ഈ ഒരു അന്വേഷിപ്പിൻ കണ്ടെത്തുന്നത്? ആ ട്രസ്റ്റ് പുള്ളി ഷൂട്ടിങ്ങിന് മുമ്പ് തന്നെ നേടിയെടുത്തു എന്ന് പറയുന്നതാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്കും സറണ്ടർ ആയിട്ടാണ് ചെല്ലുന്നത്. കാര്യം ആദ്യം കാണുമ്പോൾ നമുക്ക് സ്കെപ്റ്റിക്കൽ, നമുക്കറിയില്ല പുള്ളി എങ്ങനെയാണ്. കാര്യം നമുക്ക് പല അനുഭവങ്ങളുണ്ട്. സ്ക്രിപ്റ്റ് നന്നായിട്ട്, ഡയറക്ഷൻ നന്നായില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതൊക്കെ. അപ്പോൾ ആ ടീമിലായിരുന്നു നമുക്ക് ട്രസ്റ്റ്. നല്ല ടീമുണ്ട് ഇതിൻ്റെ. പക്ഷേ ആ ടീമിനെ ലീഡ് ചെയ്യാനുള്ള ക്വാളിറ്റി ഉള്ള ഒരാളാണ് ഡാർവിൻ എന്നുള്ളത് എനിക്ക് ഷൂട്ട് തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് മനസ്സിലായിരുന്നു. ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ ഇമ്പ്രസ്ഡ് ആയി നമ്മൾ. ആ കാര്യം അത് എളുപ്പമല്ല, ഒച്ചയും ബഹളമൊന്നും ഇല്ലാതെ വളരെ സൈലൻ്റായിട്ട് നിന്നുകൊണ്ട്, എന്നാൽ സിനിമ ഒരു തരി പോലും കോംപ്രമൈസ് ചെയ്യാതെ എല്ലാവരെയും ഡീൽ ചെയ്ത് ആ വേ ഓഫ് അപ്രോച്ച് ഭയങ്കര നല്ലതായിരുന്നു. അതെന്താ വെച്ചാൽ ഭയങ്കര ജെന്യൂനായിട്ട് ആണ് സിനിമയോട് അപ്രോച്ച് ചെയ്തേക്കുന്നത് ഇവർ. അല്ലാണ്ട് ഇതിനകത്ത് ഇവർക്ക് വേറെ ഒന്നുമില്ല, വേറെ ഒരു എന്താ പറയുക, സിനിമയിൽ ഈ സിനിമ നന്നാവുക എന്നുള്ളതല്ലാതെ വേറെ ഒരു ലക്ഷ്യങ്ങളും ഇല്ലാത്ത ആൾക്കാരാണ് നമ്മുടെ ഡയറക്ടറും പ്രൊഡ്യൂസറും. എന്തായാലും ഫെബ്രുവരി 9 എന്തായിരിക്കും പ്രേക്ഷകർ അന്വേഷിച്ച് കണ്ടെത്തുക തിയേറ്ററിൽ? അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ പ്രൊമോ മെറ്റീരിയൽസ് കണ്ടു. ആ പ്രൊമോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഓഫ് സ്ക്രീൻ ഉള്ള കാര്യങ്ങളുണ്ടോ, ഷൂട്ടിംഗ് ബിഹൈൻഡ് ദ സീൻസാണ്. ഈ സിനിമയുടെ ഒരു മൂഡ് എന്താണെന്നുള്ളത് ഇതിൻ്റെ പോസ്റ്റേഴ്സിൽ നിന്നും, അതുപോലെ ഇതിൻ്റെ ടീസർ ഇറങ്ങിയിട്ടുണ്ട് ഓൾറെഡി. ഇനി വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു ട്രെയിലർ ഇറങ്ങും, പിന്നെ ഒരു സോങ്ങും ഇറങ്ങും എന്നാണ് എനിക്ക് കിട്ടിയേക്കുന്ന അറിവ്. ഇതൊക്കെ വെച്ചിട്ട് പ്രേക്ഷകർക്ക് ഏകദേശം നല്ലൊരു ധാരണ കിട്ടും ഇതെങ്ങനെയുള്ളൊരു സിനിമയാണ്, എന്താണ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് എന്നുള്ളത്. അത് വെച്ചിട്ട് പ്രേക്ഷകർ തീരുമാനിക്കുക. നിങ്ങളുടെ അഭിരുചികൾക്ക് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിരുചികൾക്ക് മാച്ച് ആവുന്ന തരം ഒരു സിനിമയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു സിനിമയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ നിന്ന് തന്നെ ഈ സിനിമ കാണാനായിട്ട് ശ്രമിക്കുക. അത്രേ ഉള്ളൂ. എന്തായാലും പടം തിയേറ്ററിൽ അടിപൊളിയായിട്ട് വിജയിക്കട്ടെ. കണ്ടു നോക്കൂ, കണ്ടിട്ട് അന്വേഷിച്ച് കണ്ടെത്തട്ടെ, വിജയം തന്നെ. എല്ലാ ആശംസകളും. തീർച്ചയായിട്ടും. താങ്ക് യു.